എല്ലാവർക്കും നമസ്കാരം. കുഞ്ഞുമുട്ടു ഞങ്ങളുടെ കുഞ്ഞുമുട്ടോ അങ്ങനെ വീഡിയോയിൽ കാണാറില്ല, എങ്ങനെ കിട്ടുള്ളൂ. കാരണം ഇങ്ങനെ വന്ന് നിൽക്കുന്ന സമയങ്ങളൊക്കെ വളരെ കുറക്കണം. വന്ന ഇതാണ് പരിപാടി. പോയി. അപ്പൊ നമ്മുടെ തംബ്നെയിലിൽ കണ്ട പോലെ നമ്മുടെ ഈ വലിയ കുട്ടന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ്. എനിക്ക് 31 വയസ്സായി ഗൈസ്. എന്ത് ചെയ്യാ, കിളവൻ വെറും കിളവനല്ല, പടുകിളവൻ. അപ്പൊ എന്തായാലും അപ്പൊ നമ്മള് വന്നിരിക്കുന്നത് പൂപ്പാറയിലുള്ള ഒരു റിസോർട്ടിലാണ്. അതെ, റിസോർട്ടിന്റെ പേര് അവളുടെ റിസോർട്ട്. അവിടെ റിസോർട്ട്. ഞാനിത് ആദ്യം മറ്റേ എനിക്കൊന്ന് അഗോഡയിലാണ് നോക്കിയത്. അപ്പോൾ നോക്കിയ സമയത്ത് ഞാൻ വായിച്ചത് അവളുടെ റിസോർട്ട് എന്നാണ്. എനിക്ക് എൻ്റെ ഇംഗ്ലീഷ് പരിജ്ഞാനത്തിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും. എന്തായാലും അവഡെയിൽ റിസോർട്ട് എന്നാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ വലിയ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാണ്ടാണ് വന്നത്. പക്ഷേ എന്താ പറയുക, നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇങ്ങനെ പ്രിഫർ ചെയ്യാൻ എനിക്ക് ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയ വേണം തോന്നി. കാരണം ബർത്ത്ഡേക്ക് അങ്ങനെ ആരുമില്ല, ഞങ്ങൾ 4 പേര് മാത്രമേ ഉള്ളൂ. അതെ, പിള്ളേർക്ക് ഓരോ ചെറിയ ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ട് മഴക്കാലത്തിൻ്റെതായ. അപ്പൊ അതുകൊണ്ട് നമ്മൾ മാത്രമുള്ള ഒരു ചെറിയ സെലിബ്രേഷൻ. അതെ, പിന്നെ 2 ജലദോഷവും പനിയൊക്കെ ആയിട്ട് ഇപ്പം ജസ്റ്റ് മാറിയുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച് വേണ്ടാന്ന് വിചാരിച്ചിരുന്നതാണ്. പിന്നെ ലാസ്റ്റ് മൊമെന്റിൽ കുഴപ്പമില്ലാന്ന് കണ്ടപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് ബുക്ക് ചെയ്ത് പോന്നതാണ്. എക്സ്പെക്ട് ചെയ്തതിനേക്കാളൊക്കെ നല്ല അടിപൊളി. ആകെപ്പാടെ കുറച്ച് റൂംസും ഉള്ളൂ ഇവിടെ. അതുകൊണ്ട് തന്നെ എന്താ പറയാ, നമുക്ക് വളരെ ശാന്തമായ സമാധാനമുള്ളൊരു സ്ഥലം. ഈ ബാക്കിലൊക്കെ നേരത്തെ തേയിലത്തോട്ടമായിരുന്നാണ് തോന്നുന്നത്. ഇപ്പോഴും അതിന് കുറച്ച് തേയിലകളൊക്കെ നിൽപ്പുണ്ട്. അതുപോലെ നമ്മൾ ഇപ്പൊ ഇവിടെ നോക്കിയാൽ നമ്മളൊരുമാതിരി സ്പൈഡർ അല്ല കുഞ്ഞത്. പിന്നെ ബർത്ത്ഡേക്ക് വേറെ പ്രത്യേകിച്ച് പരിപാടിയില്ല. ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇവിടെ തന്നെ നമ്മൾ ഓർഡർ ചെയ്തു. കാരണം ഇവിടുന്ന് പുറത്ത് പോകുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് വന്നത് തന്നെ ഒരു വിധത്തിലാണ്. നല്ല അത്യാവശ്യം ഒരു കയറ്റത്തെ ഇരിക്കണം. നല്ല ഹൈറ്റ് ആണ് ഇവിടെ. ഇവിടുന്ന് താഴത്തേക്ക് നോക്കിയാൽ അഗാധമായ കൊക്ക പോലത്തെ സ്ഥലങ്ങൾ. ദൂരെ ഇതിന്റെ അപ്പുറത്തൊരു മല, ഇതിന്റെ താഴത്തേക്ക് വലിയൊരു ക്ലിഫാണ്. അതിന്റെ അപ്പുറത്തൊരു മലയിലുള്ള മരങ്ങളൊക്കെയാണ് ഇവിടെ നോക്കുമ്പോൾ കാണാം. അപ്പൊ അത്രയും ഭംഗിയുള്ള സ്ഥലമാണ്. പക്ഷെ ഭയങ്കര കാം, ഭയങ്കര രസം. ഞങ്ങൾ വന്നപ്പോഴാണ് ഈ 2 ചെറുക്കന്മാരാണ് ഇവിടെ വന്നിട്ട് ബഹളം ഉണ്ടായി. പരിസര പ്രദേശങ്ങളിൽ ഒരു ശബ്ദമില്ല. അതെ, ശരിക്കും നാളെയാണ് ബർത്ത്ഡേ. അതെ, നമ്മൾ ഇന്ന് രാത്രി 12 മണിക്ക് സെലിബ്രേറ്റ് ചെയ്യാനാണ് വന്നത്. നാളെ വീട്ടിൽ പോയി സെലിബ്രേറ്റ് ചെയ്യാം, പപ്പായുടെയും മമ്മിയുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്യാം. സെലിബ്രേഷൻ ഒന്നും ഇല്ല കാര്യമായിട്ട്. ഞങ്ങൾ അങ്ങനെ ബർത്ത്ഡേസ് ഭയങ്കര ഗ്രാൻഡ് ആയിട്ട് നടത്തുന്ന ആൾക്കാരല്ല. ചെറിയൊരു കേക്ക് കട്ട് ചെയ്ത്, അതും ചെറിയൊരു പ്ലം കേക്ക് ഒക്കെ കട്ട് ചെയ്ത്. പിന്നെ ഞങ്ങൾ ഈ തവണ അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു കുഞ്ഞി പ്ലം കേക്കാണ് മേടിച്ചേക്കുന്നത്. കാരണം ഞങ്ങള് 2 പേരും മറ്റേ അതിന്റെ പറയുന്ന ഫുഡ് എന്ത് ക്രീം കേക്കോ എന്താ പറയാ, കേക്ക് അങ്ങനത്തെ കേക്കുകളുടെ ഒരു വലിയ ഫാൻസ് അല്ല. അപ്പൊ അതുകൊണ്ട് അതിലും ഞങ്ങൾക്ക് ഇഷ്ടം പ്ലം കേക്കാണ്. അതെ, അപ്പൊ അതുകൊണ്ട് ഞങ്ങള് പ്ലം കേക്ക് ഒക്കെ മേടിച്ച് വളരെ ലൈറ്റ് ആയിട്ട് സെറ്റ് ആക്കാന്നാണ് വിചാരിച്ചേക്കണേ. പിന്നെ ബർത്ത്ഡേ ആയിട്ട് എന്തെങ്കിലും ബർത്ത്ഡേ ബോയ്ക്ക് എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നോ? ഞാൻ എന്റെ ബർത്ത്ഡേ പോലും എക്സ്പെക്ട് ചെയ്യാറില്ല. അങ്ങനെയല്ല, കല്യാണത്തിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ബർത്ത്ഡേ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് ഇവളുടെ ഒരു ഇനീഷ്യേറ്റീവാണ്. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ ചെയ്തു തുടങ്ങിയതിന് ശേഷമാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം വരെ നമ്മൾ എന്തൊക്കെയോ ചെയ്തു അല്ലേ, എന്തൊക്കെയോ എന്ന് വെച്ചാൽ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്തു. നമ്മുടെ ചേച്ചിയും അവരെല്ലാവരും വന്നു. പക്ഷേ ഈ വർഷം എല്ലാ വീട്ടിലും പിള്ളേരാണ്. അപ്പോൾ നമ്മുടെ പിള്ളേരെ അവർക്കൊന്നും ജലദോഷമൊന്നും പകരണ്ടാന്ന് കരുതിയിട്ട് ഞങ്ങൾ പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. പക്ഷെ അവന്മാരുടെ ജലദോഷമൊക്കെ ഒന്ന് സെറ്റിലായി. ജോണിന് കുറച്ച് ചുമയും കൂടെ മാറാനുള്ളൂ. അത് ഇന്നത്തെ തണുപ്പിലൂടെ അറിയാം, മാറുമോ കൂടുമോ എന്നറിയില്ല. അപ്പൊ എന്തായാലും അങ്ങനെ നമുക്ക് ഈ സ്ഥലമൊക്കെ ഒന്ന് കണ്ട് നമുക്കല്ലേ, എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല സ്ഥലം കേട്ടോ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വലിയ എമൗണ്ട് ഒന്നുമില്ല, നമുക്ക് കുറച്ച് അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ടേ ഉള്ളൂ. അതുപോലെ ഇവിടെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഒക്കെ അവൈലബിൾ ആണ്. അപ്പം അതൊക്കെ നിങ്ങൾ കഴിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്, അതൊക്കെ പിന്നെ പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണാം അല്ലേ ത്രേസ്യാമേ? ഗായ്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ റൂം നമ്പർ 4. ത്രേസ്യാമയും പിള്ളേരൊക്കെ അകത്തുണ്ട്, നമുക്കൊന്ന് കാണാം. ഫുൾ ഓപ്പൺ ആയിട്ടുള്ളൊരു റൂമാണ്, കർട്ടൻ വെച്ചിട്ട് അടയ്ക്കേണ്ട ഒരു ഇതാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യണ റൂം. ഫുൾ കല്ലും ഓടും, പിന്നെ ഒരു ഫാനും AC-യും മൊത്തം, പിന്നെ ഫുൾ ഓപ്പൺ ആണല്ലോ ത്രേസ്യാമേ. ഒരു ഓപ്പൺ കോട്ടേജ് പോലത്തെ ഒരു സ്ഥലമല്ലേ. ഹൗസുവിന് വേണ്ട സാധനം ഹൗസുവിന് കിട്ടി, ഒരു പാത്രം. ഹൗസ് പിന്നെ പാത്രത്തിന്റെ ആളാണ്. ജോണു റൂം എങ്ങനെയുണ്ട്? ആണോ? ഇഷ്ടായോ ത്രേസ്യാമേ റൂം? നല്ല റൂം, നല്ല ക്ലീൻ ആണ്.
നമ്മൾ ആ ഫോട്ടോസിൽ കാണും പോലെ തന്നെ ഉണ്ടല്ലോ ശരിക്കും. ഫോട്ടോസിൽ കാണുന്ന പോലെ തന്നെയുണ്ട്. ജോണ് നല്ല കുട്ടിയായോ? ആഹാ, ഇതെന്തേ കെറ്റിൽ വെച്ച പരിപാടി? കെറ്റിലെ കാശ് എന്നെ കൊണ്ട് കൊടുപ്പിക്കുവോ? ഇല്ലേ? ശരിക്കും കണ്ടോ, ശരിക്കും ആ മണലിനോട് ചേർന്നിരിക്കും പോലെ ഉണ്ടല്ലേ, നമ്മളെന്തോ പറമ്പിലേക്ക് ഇരിക്കും പോലെ. മനോഹരമായ ശബ്ദം. ആ ശബ്ദത്തെ ആസ്വദിക്കാനായി 2 കുട്ടിക്കുരങ്ങന്മാർ പുറത്തേക്ക്. ഇവിടെ എന്താ? അവിടെ എന്താ നോക്കിയേ? അതെ, പയ്യെ 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 പയ്യെ. അയ്യോ, താഴത്തേക്ക് ഇറങ്ങണ്ട, താഴത്തേക്ക് ഇറങ്ങി തിന്നി വീഴൂ കേട്ടോ. എങ്ങനെയുണ്ട് പുറത്ത് കാണാൻ? നല്ലതാണോ? ദേ ഹൗസ് വീണു, ഹൗസിനെ പോയി എടുത്തേ. ഹൗസ് വീണു, ഇവിടെ ഹൗസ് വീണു. എന്താ മതി 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 കേട്ടാ. ഇത് തേയിലത്തോട്ടമാണ് ഈ കാണുന്നത് സംഭവം. ഈ കാണുന്നത് തേയിലത്തോട്ടമാണ്. പണ്ട് തേയിലത്തോട്ടമായിരുന്നു തോന്നുന്നു. എന്തായാലും ഇപ്പോൾ ഇവിടെ മരങ്ങളൊക്കെയാണ് കാണാനുള്ളത്. വര 2 പേരും അകത്തേക്ക് ഇറക്കി, അകത്തേക്ക് പോയിക്കേ ജോണ് വാ. അപ്പോൾ ഇതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ പുറത്തേക്കുള്ള ഭാഗം. ഇങ്ങനെയാണ് ഈ റിസോർട്ടിൻ്റെ ഒരു ലുക്ക്. കാണുമ്പോൾ ഭയങ്കര വലിപ്പമൊന്നുമില്ല, 4 റൂമേ ഉള്ളൂ. ഒരു ബംഗ്ലാവൊക്കെ പോലെ ഒരു കൊളോണിയൽ സ്റ്റൈലിലുള്ളൊരു സ്ട്രക്ചറാണ്. ഇവിടെ നമുക്ക് നടക്കാൻ പറ്റിയൊരു സ്പേസൊക്കെ ഉണ്ട്. സൈഡിൽ കൂടെ ഒരു വഴിയൊക്കെ കാണുന്നുണ്ട്, അതുവഴിയൊക്കെ എങ്ങോട്ടൊക്കെ പോകാമെന്നൊക്കെ തോന്നുന്നുണ്ട്. ഇതാ കാണുന്നതാണ് നമ്മുടെ റൂം. ഈ റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ളൊരു വ്യൂ. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ദൂരെ ഒരു ടൗൺ. ഏത് ടൗൺ ആണെന്നുള്ള അറിയില്ല. ഇവിടെ ആ ഓക്കെ, അതിൻ്റെ ഇടയിൽ റോഡ് പോകുന്നുണ്ട്. ഇതൊക്കെ ഏത് റോഡാണാവോ? ഉള്ളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും ഭിത്തിയിലൊക്കെ നിറച്ച് കരിങ്കല്ല് വെച്ചിട്ടുള്ള ഡിസൈൻസാണ്. ഇത് ഒറിജിനൽ കരിങ്കല്ലാണോ അതോ കരിങ്കല്ലിൻ്റെ ചെറിയ ലെയർ മാത്രമേ ഉള്ളൂ എന്നറിയില്ല. ഇനി ഇവിടെയാണ് ഇവർക്ക് പിള്ളേർക്ക് കളിക്കാൻ പറ്റിയൊരു പ്ലേ ഏരിയ ഉള്ളത്. അത്യാവശ്യം സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കും വലിയ ബോറടിയൊന്നും കളിച്ച് നോക്കട്ടെ. ഇത് ഇത് തിരികെ ടിഷ്യൂ 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 പിന്നെ തിരികെ. ബോള് ഗോളായി. കുഞ്ഞിച്ചെറുക്കൻ പോവാണ്. അതെ, പോട്ടെ പോട്ടെ പോട്ടെ. യു ക്യാൻ യു ക്യാൻ. വാ 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 വാ. യെസ്, ഹൗസ് പോരട്ടെ ഹൗസ് പോരട്ടെ. ഹൗസൂനാണെങ്കിൽ ജോണുനാണെങ്കിൽ നല്ല പേടിയായിരുന്നു ഈ പ്രായത്തിൽ എല്ലാ കാര്യങ്ങളും. പക്ഷെ ഇവന് ഇരുട്ട് പേടിയില്ല, ഒന്നും പേടിയില്ല. കണ്ടോ? വേണ്ട വേണ്ട, വാ കളിക്കാം. ഇവിടെ നോക്കി മഴയല്ലേ? ആ, ഞാൻ ശരിക്കും പറഞ്ഞാല് ഇതുവരെ മഴക്കാലത്ത് മൂന്നാർ വന്നിട്ടില്ല. ജോണസ് അങ്ങനെ ചെയ്യില്ല കേട്ടോ. ഞാൻ ഇതുവരെ മഴക്കാലത്ത് മൂന്നാർ വന്നിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ മഴ എങ്ങനെ ഉണ്ടാവുമെന്ന് ആസ്വദിക്കാന്ന് കരുതിയിട്ട് വന്നു. പക്ഷെ ഇവിടെ മഴയില്ല. ഇവിടെ ഇന്ന് വരുന്ന വഴിക്ക് കുറച്ച് മഴ പെയ്തതല്ലാണ്ട് ഒരു മഴയും പെയ്തിട്ടില്ല. വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള കാലാവസ്ഥയാണ്. പക്ഷെ എന്താ പറയുക, മഴ കാണാൻ പറ്റില്ലല്ലോ ത്രിസ്യ. മഴയില്ല. വൈകിട്ട് മഴ പെയ്യാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെയൊക്കെ നല്ല ഓപ്പൺ ആയിട്ടിരിക്കുന്നു ത്രിസ്യ. ഭയങ്കര എയർ ആയിട്ടിരിക്കുന്നു. ജോൺസൺ തുറന്നേ. അപ്പുറത്തേക്ക് തിരിക്കും. പുറകോട്ട്. ഓ, ഞാൻ തിരിക്കാം. യെസ് യെസ്
യേശ് 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 യേശ്. റൂം ക്യൂ എടുത്തില്ലേ? അപ്പൊ നമ്മളൊരു ചെറിയ കോഫി ഒക്കെ ഉണ്ടാക്കി നല്ല വൈബ് കുടിക്കാൻ. കോഫി ആരാ ഉണ്ടാക്കിയെന്ന് പറ. കോഫി അതാരുണ്ടാക്കാൻ, എല്ലാം പൊട്ടിച്ചിട്ട് വെള്ളം ഒഴിച്ചു ലീച്ചൻ. പക്ഷെ നമ്മള് അങ്ങനെ ഉണ്ടാക്കുമ്പോഴും നമുക്ക് അതിലൊരു കലയുണ്ട്, തേങ്ങാക്കൊല. ഇവിടെ കുറച്ച് സാധനങ്ങൾ ഇരിപ്പുണ്ടായിരുന്നു, അതൊക്കെ എല്ലാം കൂടെ പൊട്ടിച്ചിട്ട് ഒരു പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ കോഫി, ഇന്നത്തെ കോഫി അതാണ്. കാരണം നമ്മൾ ഇന്ന് പുറത്ത് പോകും. പക്ഷെ രസമുണ്ട് കുടിക്കാൻ അല്ലേ? കാരണം ഇങ്ങോട്ടേക്ക് രസമുണ്ട്, നല്ലല്ലേ? രസമുണ്ട്. ഷുഗർ കുറവാണ്, നമ്മള് വേണ്ടാന്ന് ഷുഗർ അധികം വേണ്ടാന്ന് വെച്ചിട്ടാണ്. പക്ഷെ രസമുണ്ട് കുടിക്കാൻ. അല്ലെ, നമ്മൾ ഇന്ന് എന്തായാലും പുറത്ത് പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. കാരണം അതെ, ഞങ്ങള് ഇന്ന് മഴ പെയ്യില്ല എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ചെറിയൊരു മഴ പുറത്ത് പെയ്തോണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ പുറത്തിരുന്ന് ചായ കുടിക്കാന്നൊക്കെ വിചാരിച്ചു, ചായ കോഫി കുടിക്കാന്ന് വിചാരിച്ചു. കുടിക്കാന്നൊക്കെ ഓർത്താണ് ഇത് ഉണ്ടാക്കിയത്. പക്ഷെ അപ്പോഴേക്കും മഴ പെയ്തു. മഴ പെയ്തുമ്പോ നമ്മളിവിടെ കാണേണ്ട കാര്യം, നല്ല കോട, ആ താഴ്ത്തതില് നല്ല കോട ഇറങ്ങുന്നുണ്ട്. അതെ, ഇങ്ങോട്ട് കോട ഇതുവരെ എത്തിയിട്ടില്ല. ഇങ്ങോട്ട് എത്തിയിട്ടില്ല, ഇനിയിപ്പോ കുറച്ച് കഴിയുമ്പോഴേക്കും വരുമെന്നുള്ള പ്രതീക്ഷയിലാണ്. അപ്പൊ കോടയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതെ, അപ്പൊ ഞൊട്ടി കാണിച്ചത് ഇങ്ങനെ വെക്കുക. ഒത്തില്ല ഇനി ഇവിടെ നോക്കാം. ഓ വീണു, നെക്സ്റ്റ്. ഇത് രണ്ടുപേരും ഇപ്പൊ അടിപൊളിയാക്കും. അവർ രണ്ടുപേരും കൂടെ വൻ കളിയാണ്. രണ്ടുപേരും ഒരു സൈഡിൽ നിൽക്കണം, അതാണ് അതിൽ ഏറ്റവും വലിയ. അതെ, ജോണിന് എന്തൊക്കെയാ എവിടെയൊക്കെ കണ്ടറിയാന്ന് തോന്നൂട്ടാ. അതിൽ തിരിച്ചിട്ട് വന്നില്ല, അതുകൊണ്ട് ജോണ് ബോർഡ് കൈ കൊണ്ട് എടുത്ത് വെച്ച് കൊടുക്കുക. അവനിവിടെ നിന്ന് തിരിക്കണോ? അങ്ങനെ വീണ്ടും ചെറിയൊരു തെളിച്ചം കൂടി വന്നിരിക്കുകയാണ്. വെയിൽ ചെറുതായിട്ട് വന്നിട്ടുണ്ട്. നല്ല വിശാലമായിട്ടുള്ളൊരു സ്ഥലമാണിത്. ഇവരെന്തിനാണ് ഇതിങ്ങനെ ഇട്ടിരിക്കുന്നത് മനസ്സിലാവുന്നില്ല. നമ്മളൊക്കെയാണ് ചിലപ്പോൾ അവിടെ റൂമും കൂടെ പണിതിട്ടാണ്. എന്തായാലും പക്ഷെ കൊള്ളാം, വന്നിരിക്കാനും വന്ന് നിൽക്കാനും ഒക്കെ പറ്റിയൊരു സ്ഥലം. അപ്പോൾ ഞങ്ങളാണെങ്കിലേ കുറേ സ്വെറ്ററൊക്കെ എടുത്തുകൊണ്ട് വന്നപ്പോൾ ലീച്ചനോട് പറയണ്ട, അതിന് മാത്രം തണുപ്പൊന്നും ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇങ്ങനെ എങ്ങടേലും വരുമ്പോഴല്ലേ ഇതൊക്കെ ഇടാൻ പറ്റുള്ളൂ എന്ന് ഓർത്ത്. തണുപ്പ് കാലമല്ലല്ലോ. അപ്പോൾ ഇതൊക്കെ എടുത്തോണ്ട് പോന്നു. അപ്പം ഞാൻ ഇവിടെ വന്നപ്പോൾ നല്ല വെയിൽ. അപ്പോൾ ലീച്ചനോട് പറഞ്ഞു, ഇപ്പം എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്കും തണുത്തു തുടങ്ങി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ലീച്ചൊരു മൂലയ്ക്ക് പോയി ഇങ്ങനെ നിൽക്കുക. അപ്പം ഞാൻ ചോദിച്ചു, ഇപ്പം എങ്ങനെ ഇരിക്കണു? പണ്ട് ഊട്ടി പോയപ്പോൾ സെയിം ആയിരുന്നു. അപ്പം ഞങ്ങളൊക്കെ സ്വെറ്റർ കയ്യിലുള്ളതൊക്കെ എടുത്തിട്ടു. പിള്ളേരെ കുറച്ചും കൂടി എന്താ പറയാ, പ്രോപ്പർ സ്വെറ്ററൊക്കെ ഇടിച്ചു സെറ്റാക്കി. കൊള്ളാം. അതിനിടയ്ക്ക് ഒരു മഴ പെയ്തു. ആ മഴയിലാണ് ശരിക്കും തണുപ്പ് വന്നത്. എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്യണില്ല. എനിക്ക് തണുപ്പ് ഇഷ്ടമാണ്. എനിക്ക് തണുപ്പ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ വരയ്ക്കാൻ തുടങ്ങും. എനിക്ക് പക്ഷെ ഇഷ്ടമാണ്, തണുപ്പ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കൊള്ളാട്ടെ, നല്ല ക്ലൈമറ്റ് ആട്ടോ ഇവിടെ അല്ലേ? ഞാൻ മഴ ആസ്വദിക്കാൻ വേണ്ടി വന്നു, എനിക്ക് ചെറിയൊരു മഴ കാണാൻ പറ്റി. ഇപ്പൊ നല്ല ക്ലൈമറ്റ്, അതായത് മഴയില്ല, വെയിലില്ല, ചൂടില്ല, ചെറിയൊരു തണുപ്പ്. തണുപ്പുണ്ട്. ഇപ്പൊ ഈ സമയത്ത് ഇപ്പൊ ഈവനിങ് ആയിട്ടുള്ളൂ. അപ്പൊ ഞങ്ങള് ചെറിയ ചായയൊക്കെ വൈകിട്ട് 6 മണി 6 മണിക്ക് വേണ്ട തണുപ്പിനേക്കാൾ കൂടുതലുണ്ടെന്ന് തോന്നുന്നു. രാത്രി ആവുമ്പോ ചിലപ്പോ കുറച്ചുകൂടി നല്ല തണുപ്പാവാൻ വഴിയുണ്ട്. ലീച്ചിന് പക്ഷെ ഇത് എത്രാമത്തെ പ്രാവശ്യം മൂന്നാർ വരണേ ലീച്ചൻ? ഞാന് കൊറേ തവണ വന്നിട്ടുണ്ട്. പണ്ട് നമ്മുടെ ഈ സ്കൂളിൽ നിന്ന് ടൂർ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും കൊണ്ടുപോകുന്ന സ്ഥലമായിരുന്നു മൂന്നാർ. പക്ഷെ നമ്മളെപ്പോ വരുമ്പോഴും കാണുന്ന സ്ഥലങ്ങൾ സെയിം ആയിരിക്കും. ഇപ്പൊ നമ്മുടെ കുറെ മാട്ടുപ്പെട്ടി, കുണ്ടള ഡാമുകൾ, ചില സമയത്ത് വട്ടവടയിലൊക്കെ ഞാൻ ബൈക്കിനൊക്കെയാണ് പോയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ കുറെ പ്രാവശ്യം മൂന്നാർ വന്നിട്ടുണ്ട്. മൂന്നാർ പണ്ടൊരു ദിവസം കോളേജ് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ രാത്രിയിൽ വീട്ടിൽ പോലും പറയാതെ, ഇപ്പൊ വീട്ടിൽ മമ്മിയും പപ്പയൊക്കെ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ ഇനിയിപ്പോ കുഴപ്പമില്ല, 10 വർഷമൊക്കെ കഴിഞ്ഞില്ലേ, വീട്ടിൽ പറയാണ്ട് ഞങ്ങൾ രാത്രിയിൽ ഞങ്ങൾ ഒരു ബാൻഡിൻ്റെ ഒരു പരിപാടി, കോളേജ് ബാൻഡിൻ്റെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അപ്പോൾ പ്രാക്ടീസൊക്കെ കഴിഞ്ഞിട്ട് അവിടെ കിടന്ന് ഞങ്ങൾ പാതിരാത്രിയിലോ എല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് പെട്ടെന്ന് ബൈക്കിൽ മൂന്നാറിന് വന്നു. ഏകദേശം ഒരു ജാനുവരി സമയത്താണ് എനിക്ക് തോന്നുന്നു. അപ്പോൾ അവിടെ നിന്ന് വരുമ്പോൾ ഒന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ ഇവിടെ എത്തിയിട്ട് ഞങ്ങൾ മൂന്നാർ ടൗണിലേക്ക് എത്തുന്ന സമയത്തൊക്കെ ആയപ്പോഴത്തേക്കും വിറച്ച്, എനിക്ക് ഷൂസ് ഉണ്ട്, ചിലർക്ക് ഷൂസും ഇല്ല, കാലൊക്കെ വേദന എടുത്ത് എല്ലാവർക്കും ആകെ ബുദ്ധിമുട്ടായി. അതെ, തണുത്ത് കുറച്ചു. അപ്പം ഞാനിങ്ങനെ വരുന്ന സമയത്ത് എനിക്ക് മനസ്സിലാവുന്നുണ്ടായി, എൻ്റെ ഫുൾ കൈ ഷർട്ടൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷെ നടപടിയില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആകെ ന്യൂസ് പേപ്പറൊക്കെ മേടിച്ച്
നെഞ്ചത്തൊക്കെ വെച്ചിട്ട് അങ്ങനെ വേറെ വഴിയില്ല, ജാക്കറ്റൊന്നും ഇല്ലല്ലോ. സ്വെറ്റർ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ തണുത്ത് പറിച്ച് മൂന്നാർ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ അന്ന് എനിക്ക് സംഭവിച്ചൊരു കാര്യമാണ്. അതായത് എൻ്റെ കൈ ബൈക്കിൻ്റെ ഹാൻഡിൽ ആക്സിലേറ്ററിൽ നിന്ന് എനിക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റിയില്ല. ഞാൻ എന്നിട്ട് ഇങ്ങനെ കുറച്ചകത്തിട്ട് ഊരി എടുക്കുകയത്. അതായത് അങ്ങനെ ആയിപ്പോയി. അവസാനം എങ്ങനെയൊക്കെ ചൂട് ചായയൊക്കെ മേടിച്ച് എങ്ങനെയൊക്കെ കയ്യിലൊക്കെ പിടിച്ച് കുറേ നേരം കൈയിട്ട് ഉരച്ച് ഒക്കെ സെറ്റാക്കി എടുത്തു. അപ്പോൾ പക്ഷെ അന്നത്തെ ഒരു തണുപ്പ് ഇന്ന് മൂന്നാറുണ്ടോന്ന് ചോദിച്ചാൽ കാരണം നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ അങ്കിള് പറഞ്ഞില്ലേ അത് പറയാൻ പറ്റില്ല. കാരണം ഈ വർഷം നല്ല തണുപ്പുണ്ടായിരുന്നു പറഞ്ഞു ജനുവരിയിൽ. ഈ വർഷം അല്ലേ? പക്ഷെ ഇവിടെ എപ്പോ വന്നാലും നല്ല സുഖമുള്ള ഒരു ക്ലൈമറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. രസമുണ്ട് നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ. പിന്നെ ഒരു രസമാണ്. ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഇടയ്ക്ക് ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരായിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു ട്രിപ്പൊക്കെ പോകണം. നമുക്ക് കിച്ചണിൽ കയറണ്ട, പിള്ളേരെ പുറകെ കിടക്കണ്ട, അവരെ ഇങ്ങനെ അഴിച്ചു വിടുക, നമുക്ക് ഇഷ്ടമുള്ള പോലെ ഫുഡൊക്കെ അവിടെ തന്നെ മേടിച്ച് കഴിക്കണം. നമ്മൾ ഇവിടെ വന്നിട്ടും കുക്ക് ചെയ്ത് വെറുതെ നമ്മുടെ സമയം കളയുന്നതിൽ പിന്നെ നമ്മൾ വന്നിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ പിന്നെ അതിനോട് ഭയങ്കര ക്രേസ് ഉള്ള ആൾക്കാർക്ക് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോയി. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പം പിന്നെ ഇതിനെല്ലാത്തിനും പണം അല്ല പൈസ എന്ന് പറഞ്ഞ സാധനം ഒരു ഫാക്ടറാണല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു പല ആളുകൾക്കും ഇതിനോടൊരു ഇങ്ങനത്തെ ഒരു ട്രിപ്പ് പോകുന്നതിനെ പറ്റി ആലോചിക്കുന്നതിനെ പറ്റിയൊക്കെ ഭയങ്കര ടെൻഷനായിരിക്കും. ഇത്രയും പൈസ ചിലവാകും. അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കുറച്ച് നാൾ മുമ്പേ ഒന്ന് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഒരു 2-3 ആഴ്ചയ്ക്ക് മുമ്പെങ്കിലും പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു ഡേറ്റ് ഫിക്സ് ചെയ്യുക. ആ ഡേറ്റ് നമുക്കിപ്പോൾ അന്ന് നടക്കണമെന്നില്ല, പക്ഷേ നമ്മളൊരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ട് നമുക്ക് പൈസ അല്ലെങ്കിൽ ഒരു റിസോർട്ട് ബുക്ക് ചെയ്യുന്ന പൈസ കുറച്ച് കിട്ടും. പിന്നെ അതുപോലെ ഇന്നിപ്പോൾ നമ്മൾ ഈ താമസിക്കുന്ന റിസോർട്ടിൽ അധികം കാശൊന്നുമില്ല. പിന്നെ ചില ആൾക്കാരുണ്ട്, നമുക്ക് പരിചയമുള്ള ഒരാൾക്കാരുണ്ട്, നമ്മൾ ആരാന്ന് പറയണില്ല, നമ്മൾക്ക് പരിചയമുള്ള ആൾക്കാരുണ്ട്. അവരൊരു ഫാമിലി, 4-5 ഫാമിലി ഉണ്ട്. അവരെല്ലാവരും എല്ലാ വീക്കെൻഡിലും 500 rupees മാറ്റി വയ്ക്കും. അങ്ങനെ എവറി ഇയർ ആ എല്ലാവരും കൂട്ടി വെച്ച പൈസയ്ക്ക്, അപ്പോൾ ഒരാളിൽ കൂടുതൽ ഒരാളിൽ കുറവൊന്നുമില്ല, എല്ലാവരും ഇങ്ങനെ 500 രൂപ മാറ്റി വെച്ച് എവറി ഇയർ അവരെല്ലാവരും കൂടി ഒരു ബസ് വിളിച്ച് ടൂർ പോകും. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് അത് നല്ലൊരു കാര്യമാണല്ലോ എന്ന് തോന്നി. അപ്പോൾ നമുക്ക് അവർക്ക് 500 മാറ്റി വയ്ക്കാൻ പറ്റും, ചിലർക്ക് 50 രൂപയോ മാറ്റി വയ്ക്കാൻ പറ്റും. എനിത്തിങ് എന്ത് കാര്യമാണെങ്കിലും അതൊരു ചെറിയൊരു ഇനിഷ്യേറ്റീവ് നമുക്ക് ഭയങ്കര ഒരു സന്തോഷം. കാരണം നമുക്കറിയാം ഇന്നത്തെ കാലത്ത് നമ്മളിപ്പോൾ നാളെയെ പറ്റി നമ്മൾ അധികം ചിന്തിച്ചിട്ടും വ്യാകുലപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. വളരെ ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരൊക്കെ നാളെ ഉണ്ടാവും എന്നുള്ളത് നമുക്കറിയില്ല. നാളെ ഉണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാവുന്നതിനെ പറ്റി ഇല്ലാത്തതിനെ പറ്റി ഉള്ളതിനെ പറ്റി ചിന്തിക്കണം. കാരണം നാളെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനുള്ളത് കരുതി വെക്കണം. നാളെ ഒരു ദിവസത്തെ പ്രതീക്ഷിച്ചിട്ട് നമ്മൾ എല്ലാം മാറ്റി വെക്കാനും പാടില്ല. ഞങ്ങൾ ആദ്യം 1-2 സ്ഥലങ്ങളൊക്കെ നോക്കി വെച്ചിരുന്നു. പക്ഷേ അവസാനമായപ്പോൾ ഞങ്ങൾക്ക് ഈ പിള്ളേർക്ക് വയ്യാണ്ടൊക്കെ ആയിക്കഴിയുമ്പോൾ ഞങ്ങൾക്ക് അത് എല്ലാം കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് ബുക്ക് ചെയ്യാനൊന്നും പറ്റിയില്ല. പക്ഷേ ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ വളരെ എന്താ പറയുക സംശയത്തോടു കൂടിയാണ് നമ്മൾ ബുക്ക് ചെയ്തത് അല്ലേ. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഞങ്ങൾ എന്താ പറയുക ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഞങ്ങൾ വന്ന ദിവസം ഒരു സൺഡേ ആണ് നമ്മൾ ചെക്ക് ഇൻ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ തിരക്കില്ല. ആകെ ഇവിടെ 4 റൂമുള്ളൂ, അതിൽ 2 റൂമിൽ ആൾക്കാരുള്ളൂ. അതിനകത്ത് ഏറ്റവും നല്ല റൂമാണ് അവർ ഞങ്ങൾക്ക് തന്നത്. അപ്പോൾ രസമുണ്ടായിരുന്നു. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു മൊത്തത്തിൽ. പിന്നെ ക്ലൈമറ്റ്, അതെ നല്ല ക്ലൈമറ്റ് ആണ് ഇവിടുത്തെ അല്ലേ. ഒരു രക്ഷയില്ലാത്ത നല്ല ക്ലൈമറ്റ്. തണുപ്പ് അത്യാവശ്യം ആയിട്ടുണ്ട്, പക്ഷെ എന്തായാലും കുഴപ്പമില്ല. ഞാൻ ആദ്യമായിട്ട് മൂന്നാർ വന്നതെന്നാണെന്നറിയോ? ഞാൻ ആദ്യമായിട്ട് മൂന്നാർ വരണത് നമ്മൾ സേവ് ദ ഡേറ്റിന് വന്നപ്പോഴാണ്. ഓക്കെ, അപ്പൊ ഞങ്ങളതൊരു മിഥുനം ടൂർ പോലെ ഫാമിലിയിൽ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ ഇവളുടെ അമ്മ, എന്റെ അളിയൻ, പെങ്ങള്, കുട്ടി, പിന്നെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും 5-6 ഫോട്ടോഗ്രാഫർ ചേട്ടന്മാര്. നമ്മളന്ന് സത്യം പറഞ്ഞാൽ ആ റിസോർട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടേ ഇല്ല. ഇന്നും നല്ല റിസോർട്ടൊക്കെ ആയിരുന്നു, അടിപൊളിയായിരുന്നു. പക്ഷെ ഇന്നും ചോദിക്കുമ്പോൾ അതിനകത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ അതിനകത്ത് പൂളും കുറെ കാര്യങ്ങൾ ഒന്നും ചെയ്യില്ല. ഫോട്ടോസ് കാണുന്ന സ്ഥലങ്ങളല്ലാതെ ആ ബാക്ക്ഗ്രൗണ്ട് അല്ലാതെ നമുക്കൊന്നും ഓർമ്മയില്ല അവിടെ. അപ്പൊ ഞങ്ങൾക്ക് എലിക്സിർ ഹിൽസ് നമ്മളിപ്പോ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് പിന്നെ ഞങ്ങളത് ഒഴിവാക്കി. കാരണം വെച്ചാൽ ലാസ്റ്റ് മൊമെന്റിൽ പിന്നെ അത് വേണ്ട, പിന്നെ ഇവിടത്തെക്കാളും തണുപ്പായിരിക്കും അവിടെ. അപ്പൊ അതുകൊണ്ടൊക്കെ ഞങ്ങൾ പിന്നെ അത് വേണ്ടെന്ന് വെച്ചാൽ അത് അടുത്തൊരു വെക്കേഷനിൽ പോവാം എന്നുള്ള രീതിയിൽ ഞങ്ങളിങ്ങനെ ഇങ്ങോട്ട് പോന്നു. അപ്പൊ ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് അന്ന് വന്ന കുറെ മൊമെന്റ്സ് ഓർമ്മ വന്നു. പിന്നെ നല്ല രസമായിരുന്നു അത്. അന്ന് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് രാത്രിയിലൊക്കെ സ്റ്റേ ചെയ്തിട്ട് നമ്മൾ ഒരുമിച്ച് രാത്രി ഭക്ഷണം കഴിച്ചതും അങ്ങനെ കുറെ സമയം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യണം. അന്നാണ് ശരിക്കും ഞങ്ങൾ പ്രണയിച്ച് കല്യാണം കഴിച്ചാണെങ്കിലും ഞങ്ങൾക്ക് അങ്ങനെ പ്രണയിച്ചു എന്ന് പോലും പറയാൻ പറ്റില്ല. കാരണം ഞങ്ങൾ ജസ്റ്റ് പരിചയപ്പെട്ടപ്പോ തന്നെ വീട്ടുകാരെ അന്വേഷിച്ച് വീട്ടുകാർ തമ്മിലാണ് ആദ്യം ഉറപ്പിച്ചു. അപ്പൊ പിന്നെ ഞങ്ങള് എന്നാ ഒരു വർഷമെങ്കിലും ഉറപ്പിച്ചിടാന്നൊക്കെ ആലോചിച്ചപ്പോ എന്റെ അപ്പനൊക്കും പിന്നെ കോവിഡ് ആയിരുന്നു. അതിനുള്ള സാഹചര്യം ഞങ്ങൾക്ക് നേരിട്ട് കാണാനുള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടായില്ല, വളരെ കുറവായിരുന്നു. 1-2 പ്രാവശ്യം നമ്മൾ ഇപ്പൊ പ്രണയത്തിന്റെ മൂർധന്യ അവസ്ഥയിൽ നിൽക്കുമ്പോഴും നേരിട്ട് കാണുമ്പോൾ മാസ്ക് ഊരാൻ പേടിയായിരുന്നു ലിവിച്ചാൻ. അതായത് നമ്മള് ഫാമിലി ആയിട്ട് തന്നെ കാണുമ്പോൾ പോലും ലിവിച്ചാൻ ആദ്യം ഞങ്ങളോടൊക്കെ പറയുന്നത് എല്ലാവരും മാസ്ക് ഇട്ടു, എനിക്ക് പാട്ട് പാടാനുള്ളതുകൊണ്ട് എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ തന്നെ എല്ലാവരും ശരി. കാരണം അന്ന് നമുക്ക്
നമുക്ക് ഈ ഒരു ഫീൽഡിലെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും അത്ര എനിക്കാണ് അന്ന് ഇന്ന് എനിക്ക് ഒരു ടെൻഷനും ഇല്ല. പക്ഷെ അന്ന് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കുറേ പാട്ടുകൾ ഏറ്റുവെച്ചിട്ടുള്ള ഒരു അത് മാത്രമല്ല, പ്രത്യേകിച്ച് നമ്മൾ സരിഗമപ ഫിനാലയുടെ തൊട്ട് മുമ്പ്. അപ്പൊ ആ സമയത്ത് ആകെ ഭയങ്കര ടെൻഷൻ ആണ്. കാരണം വെച്ചാൽ ബാക്കിയുള്ള ടെൻഷൻ, പാട്ടിന്റെ ടെൻഷനൊക്കെ പോട്ടെ, പക്ഷെ അസുഖം പിടിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അസുഖം വരാതിരിക്കാൻ വേണ്ടി അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണം ആദ്യമായിട്ട് അവിടെ വെച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് 1-2 പ്രാവശ്യം നമ്മൾ കണ്ടു. പക്ഷെ ആദ്യമായിട്ട് കുറേ സമയം ഒരുമിച്ചിരിക്കുന്നതും പല സ്വഭാവങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയാം. അതായത് ഇപ്പോൾ എന്തിനാണ് നമുക്ക് ദേഷ്യം, ആൾക്കാർ തെറ്റിദ്ധരിക്കൂട്ടാ. അല്ല അങ്ങനെയല്ല, നമ്മളിപ്പോൾ ഏത് എക്സ്റ്റെന്റ് വരെ ദേഷ്യം പോവും, അങ്ങനെയൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മനസ്സിലാക്കാൻ പറ്റിയൊരു അവസരമായിരുന്നു. കാരണം അന്ന് നമുക്ക് രണ്ടുപേർക്കും ദേഷ്യം വരുന്ന കാര്യങ്ങൾ ഉണ്ടാവുന്നത്. കാരണം ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ പ്ലാൻ ചെയ്തിട്ടില്ല. ഒരു സേവ് ദ ഡേറ്റ് ആകുമ്പോൾ ഏത് ഡ്രസ്സ് ഇടണം അത് മാത്രമല്ല കുറെ നേരം ചിരിച്ചു നിൽക്കുക, അതുപോലെ പിന്നെ ഞങ്ങള് ഒരു 2-3 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തെ നമ്മൾ സെറ്റായി. അപ്പോൾ ഡ്രസ്സ്, അപ്പം ഞാൻ ഏതെങ്കിലും ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ഞങ്ങളുടെ റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഇതാണോ ഇടണേ ഇപ്പം പോലും ചേച്ചൻ അങ്ങനെ കളിയാക്കും. അതായത് ഞാൻ അങ്ങനെ ചിന്തിക്കില്ല, കഴിഞ്ഞ പ്രാവശ്യം ഇട്ട ഡ്രസ്സാണ്. അപ്പോൾ ചേച്ചി ഇതാണോ ഇടണേ, ഇതൊരു സുഖമല്ല. അപ്പോൾ ഞാൻ എല്ലാ ഡ്രസ്സൊക്കെ ചെയ്ത് വരുമ്പോൾ ഇതൊക്കെ മതി എന്ന് പറയും. എന്നിട്ട് വല്ല ഫോട്ടോയിലോ എന്തിനേലൊക്കെ ഇങ്ങനെ അയ്യോ ഇതൊരു സുഖമല്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ചേച്ചൻ സൈഡിൽ നിന്ന് പറയും ഞാൻ അപ്പോഴും പറഞ്ഞതല്ല ഈ ഡ്രസ്സ് വേണ്ട. അങ്ങനെ ചേച്ചന് കുറച്ചും കൂടി അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒരു ഐഡിയ ഉണ്ട്, ശരിക്കും ഉണ്ട്. അപ്പോൾ അങ്ങനെ അതാ ഞാൻ പറഞ്ഞു തന്ന്. അപ്പോൾ നമ്മുടെ ദേഷ്യം, അപ്പോൾ നമ്മൾ കുറേ സമയം ഒരുമിച്ചിരുന്ന ഒരു സ്ഥലം മൂന്നാറാണ്. അപ്പൊ അതുകൊണ്ട് അതും നമുക്ക് നല്ലൊരു ഓർമ്മയാണ്. അപ്പൊ പക്ഷെ ലീച്ചന് പക്ഷെ കുറെ തവണ വന്നൊരു വിലയില്ല എനിക്ക്. പക്ഷെ എപ്പോഴും ഒരു കുറച്ച് സമയം കിട്ടുമ്പോൾ എനിക്ക് ഞാൻ എവിടെ ടൂർ പോകണ്ടെന്ന് വെക്കുമ്പോൾ ഞാൻ ആദ്യം പറയുന്ന സ്ഥലമാണ് മൂന്നാറ്, വയനാട്, ഊട്ടി. ഇവരങ്ങനത്തെ സ്ഥലങ്ങളൊന്നും കണ്ടിട്ടില്ല, അതാണ് നമ്മൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് ഇതൊരു വിലയില്ല. ഞങ്ങൾക്ക് എന്റെ വീട് വണ്ണപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ്, തൊടുപുഴ ശരിക്കുള്ള വീട്. അപ്പൊ നമുക്ക് അപ്പൊ അവിടുന്ന് ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് നമുക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് നമ്മുടെ ഒരുപാട് റിലേറ്റീവ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്നാലും അങ്ങനെ വലിയ ഇതൊന്നുമില്ല. പക്ഷെ ഇവരാകെ കണ്ടിട്ടുള്ളത് ബീച്ചും റെയിൽവേ സ്റ്റേഷനും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും കണ്ടിട്ടില്ല. എപ്പോൾ ചോദിച്ചാലും ഇവിടെ പറഞ്ഞു നിങ്ങളുടെ നാട്ടിൽ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടോ? ഞങ്ങളുടെ നാട്ടിൽ കൂടെ ഇപ്പൊ ശബരി റെയിൽവേ പാത പരിപാടി നീ കണ്ടോ? നമ്മള് താമസിക്കുന്ന എറണാകുളത്താട്ടോ, എന്നിട്ടും ഇടുക്കിയിൽ ശബരി വരണം നോക്കിയിരിക്കുക. അപ്പൊ അത് പറഞ്ഞു വന്നത് നല്ല രസമുള്ള ഒരു ഓർമ്മകളുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് ഇങ്ങോട്ട് തന്നെ ഓടി വന്നത്. ഇന്നിപ്പോ കുട്ടിയുടെ ബർത്ത്ഡേ ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ കുട്ടിയുടെ ആഗ്രഹം പോലെയാണ് എല്ലാം പോണേ. ഇപ്പൊ ഇവിടുന്ന് നാളെ ഞങ്ങൾ രാവിലെ ഇറങ്ങി ഞങ്ങൾ വീട്ടിൽ പോകും. എന്റെ വീട് വഴി പോവാം ഇവിടുന്ന്. അപ്പം ഞങ്ങൾ വീട്ടിൽ പോയി മമ്മി പായസമൊക്കെ ഉണ്ടാക്കിയേക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. മമ്മി ഇന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് വിളിച്ചിട്ട് വീട്ടിൽ റംബൂട്ടാൻ ഉണ്ടായിട്ടുണ്ട്. അപ്പം മമ്മി പിള്ളേർക്ക് റംബൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് മമ്മിക്കറിയാം. മമ്മി വിളിച്ചിട്ട് ഞാൻ പറയും, മമ്മി വിളിച്ചിട്ട് റംബൂട്ടാൻ ഉണ്ട് വായോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അന്നേരം ലീച്ചൻ നാളെ പായസം ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അന്നേരം മമ്മി പായസോ? മമ്മിക്ക് എല്ലാത്തിനും അങ്ങനെ ഒരു ചോദ്യമുണ്ട്. എന്നൊരു ചോദ്യം മമ്മിക്ക് അറിയായിരിക്കും. മമ്മി ഇത് നമ്മളെക്കാളും മുന്നേ ഓർത്ത് വെച്ചിട്ടുണ്ട്. മമ്മി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ മമ്മി അത് പായസോ എന്നൊരു ചോദ്യം എടുത്ത് ചോദിച്ചിട്ടാണ് ബാക്കി ഡീറ്റെയിൽസ് മമ്മി പറയാം. മമ്മി ലീച്ച കിടന്ന് നാളെ എൻ്റെ ബർത്ത്ഡേ ആണ് തള്ളേ. അന്നേരം മമ്മി അതൊക്കെ എനിക്കറിയാമെന്ന് പറഞ്ഞു. അന്നേരം ലീച്ചിന് സേമിയ പായസം ഭയങ്കര ഇഷ്ടം. മമ്മി ഇങ്ങോട്ട് ചോദിച്ച പോലെയല്ല, നാളെ എന്തായാലും സേമിയ പായസം ആയിരിക്കും. പായസം കുടിച്ചിട്ട് വേണം പോകാൻ. പായസം അപ്പം അങ്ങോട്ട് പറഞ്ഞു വെച്ചേക്കാം എനിക്ക് പായസം വേണം. അപ്പം അതുകൊണ്ട് റംബൂട്ടാനും പൊട്ടിച്ച് പായസമൊക്കെ കുടിച്ച് അവിടെ പപ്പാനും മമ്മീനൊക്കെ കണ്ടിട്ട് വേണം നാളെ പോകാനായിട്ട്. അപ്പം ഞാൻ നാളെ ലീവാണ്, ജോണു നാളെ ലീവാണ്. എന്റെ ബർത്ത്ഡേ വരുന്നുണ്ട്, ആരൊക്കെ ലീവ് എടുക്കും, എന്തൊക്കെ വേണ്ടെന്ന് വെക്കുന്നൊക്കെ നോക്കണം. അതെ, എന്റെ ഓൾറെഡി ഇവളുടെ എല്ലാ ബർത്ത്ഡേക്കും ഞങ്ങള് ചെറിയൊരു അടി പൊട്ടാറുണ്ട്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇവളെല്ലാ ബർത്ത്ഡേക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ സർപ്രൈസുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മൊമെന്റ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് എന്റെ ബർത്ത്ഡേക്ക്. ഞാൻ പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയൊക്കെ വളരെ പുറകിലുണ്ട്. കഴിഞ്ഞ കൊല്ലം ബർത്ത്ഡേക്ക് ഞാൻ ഡെലിവറി കഴിഞ്ഞ് കിടക്കാം. ഇത്തവണയല്ല, ഇത്തവണ ഹൗസൂന് വയ്യാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ ആലോചിച്ചേ ഇല്ല. ഹൗസൂന് വയ്യാതിരിക്കായിരുന്നു. അതിന് മുമ്പത്തെ ബർത്ത്ഡേക്ക് ഞാൻ ഡെലിവറി കഴിഞ്ഞ് കിടക്കാം. 24-നായിരുന്നു ഹൗസ് ഉണ്ടായത്. 24-ന് ഡെലിവറി കഴിഞ്ഞ് അപ്പം 26-ന് നമ്മൾ അവിടെയാണല്ലോ. അപ്പോൾ 25th നൈറ്റാണല്ലോ 26th ആവുന്നത്. അപ്പോൾ 25th നൈറ്റ് ലീച്ചൻ ഷാർജയ്ക്ക് പോവാം. അപ്പം ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യാം കേട്ടോ. 25th ഒരു 11:30 ഒക്കെ ആകുമ്പോൾ ലീച്ചൻ അവിടെ നിന്ന് ഇറങ്ങും. റെക്കോർഡിങ്ങിന് പോയിട്ട് വരാൻ ലീച്ചൻ റെക്കോർഡിങ്ങിനൊക്കെ പോയിട്ട് വരാം. അപ്പോൾ ലീച്ചൻ വന്നിട്ട് 11:30 ആകുമ്പോൾ കയറി വന്നിട്ട് 2 പേരക്കൊക്കെ തന്നിട്ട് ഞാൻ പേരക്ക കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിരിക്കാം. അപ്പൊ ബർത്ത്ഡേയുടെ കാര്യം ഉണ്ടല്ലോ. അതായത് ഞാൻ റെക്കോർഡിങ്ങിന് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ എന്റെ വീട്ടിൽ പോയി. അപ്പൊ അവിടെ പേരക്ക ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ നാടൻ പേരക്ക. അപ്പൊ ഞാൻ ആ പേരക്ക പറിച്ചു കൊണ്ടുവന്നു. അപ്പൊ ഇവള് വിചാരിച്ച് ഞാൻ എന്തോ വലിയ കാര്യമായിട്ട് കൊണ്ടുവരുന്നായിരുന്നു. കൊണ്ടുവരുന്നല്ലേ വിചാരിച്ചേ.
കൊണ്ടുവരുന്നത് ഇപ്പോൾ 5 വർഷമായിട്ട് നമ്മൾ കാണും. ഞാൻ അങ്ങനെയൊന്നും എക്സ്പെക്ട് ചെയ്യാറില്ല. എനിക്ക് ഭയങ്കര എന്നെ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നത് എനിക്ക് താല്പര്യമില്ല. പക്ഷേ ഞാനിങ്ങനെ വിചാരിക്കും ലിയോച്ചന് മനസ്സിൽ ഓർമ്മയുണ്ടാവുന്നു. പക്ഷെ അതിന് മുമ്പത്തെ വർഷങ്ങളിലൊക്കെ ലിയോച്ചൻ അത് അതിന് മുമ്പത്തെ വർഷം എനിക്ക് സർപ്രൈസ് ഗിഫ്റ്റൊക്കെ തന്നു ഓർക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമൊക്കെ തന്നു, അങ്ങനെയൊക്കെ ചെയ്തു. അപ്പോൾ ഡെലിവറി കഴിഞ്ഞ് കിടക്കണോണ്ട് തന്നെ എനിക്ക് ഭയങ്കര പെയിൻ ഉണ്ട്. അപ്പോൾ സ്റ്റിച്ചിൻ്റെ പെയിനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ റിലീഫ് നമ്മൾ ആഗ്രഹിക്കുമല്ലോ. അപ്പം ഞാൻ ലിയോച്ച വന്നിട്ട് വേണം കുറച്ച് നേരം, ആകെ 10 മിനിറ്റ് ഹോസ്പിറ്റലിൽ നിൽക്കാൻ സമയമുള്ളൂ. കാരണം ലിയോച്ചന് ഷാർജയിൽ പോവാം. അപ്പോൾ എയർപോർട്ടിൽ പോകുന്നതുകൊണ്ട് ഞാൻ നിൽക്കുന്ന സമയം എന്തെങ്കിലുമൊക്കെ എനിക്ക് 2 ചോക്ലേറ്റെങ്കിലും വാങ്ങി വരും എന്നൊക്കെ വിചാരിച്ചു. പുള്ളി 2 പേരൊക്കെ ആയിട്ട് വന്നിട്ട് ഞാൻ പോകാൻ നോക്കട്ടെ എന്നറിയാൻ വന്നേക്കാം. പെട്ടി വരെ ഞാൻ ഈ സ്റ്റിച്ച് വെച്ച് പാക്ക് ചെയ്ത് വെച്ചേക്കാം ഷാർജയിൽ പോകാനുള്ള. എന്നിട്ട് ഞാൻ എടുത്തോണ്ട് പോകും നിങ്ങളുടെ പെട്ടി. അങ്ങനെ ഞങ്ങൾ ചെറിയൊരു കശപിശുണ്ടായിട്ടാണ് ഞാൻ ഷാർജയ്ക്ക് പോയത്. പക്ഷേ കശപിശെന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫ്ലൈറ്റിലേക്ക് കയറി പോവല്ലേ, ഫ്ലൈറ്റിൽ കയറി പോകുന്നോണ്ട് എനിക്ക് ടെൻഷൻ. അതുകൊണ്ട് നല്ല സ്നേഹത്തിൽ പറഞ്ഞു വിട്ടു. അതൊന്നും കുഴപ്പമില്ല ലീച്ച, ഇങ്ങനെയൊക്കെ ദുഷ്ടാ. അപ്പൊ അങ്ങനെ അപ്പൊ നമുക്കിപ്പോ ഏകദേശം ഫുഡ് കഴിക്കാനുള്ള സമയത്തോടെ എടുക്കണ്ട. അപ്പൊ നമുക്ക് ചെറുക്കുമാരൊക്കെ സെറ്റ് ആക്കിയിട്ട് ഇനിയിപ്പോ നമ്മൾ ഇവിടെ തന്നെ ഡിന്നറൊക്കെ ഇവിടെ തന്നെ. ഇനിയിപ്പോ ഇവിടുന്ന് പുറത്തു പോയി കഴിക്കാൻ വയ്യ, അതുകൊണ്ട് ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോ എന്തിനും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തല്ലേ. ഇപ്പൊ വെറുതെ നമ്മൾ ഇരിക്കായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ആക്ച്വലി ചായ കുടിക്കുമ്പോൾ ഇതുപോലെ സംസാരിക്കാം, അപ്പൊ വീഡിയോ എടുക്കാം, പിള്ളേരൊക്കെ ആയിട്ട് ഇരിക്കാന്നൊക്കെ ഓർത്തു. പക്ഷേ ചായ കുടിക്കാൻ ഇരുന്നതേ ഓർമ്മയുള്ളൂ. ഒരുത്തൻ ചായ തട്ടി മറിച്ചിടുന്നു, ഒരുത്തൻ ബിസ്ക്കറ്റ് പരത്തുന്നു. അപ്പോൾ ഞങ്ങൾ അത് ക്ലോസ് ചെയ്തു. ഇപ്പോൾ നോക്കിയപ്പോൾ അവർ രണ്ടുപേരും ഭയങ്കര കളിയാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ വന്നിരിക്കാം, അപ്പം നിങ്ങളോടും കുറച്ച് വിശേഷമൊക്കെ പറയാം. എന്താ പറയണ്ടതൊന്നും പ്ലാൻ ചെയ്തില്ല, ഇങ്ങനെ ഓണാക്കി വെച്ച് ഇരിക്കാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഓർമ്മ വരുന്ന ഓർത്ത് അങ്ങനെ ഇരിക്കാം. അതെ, അപ്പോൾ നമുക്ക് ഡിന്നർ കഴിക്കാൻ പോവാം. ഓക്കെ, സമയമാവുന്നേ ഉള്ളൂ. ഇപ്പോൾ 6 o'clock ഒക്കെ ആയിട്ടുള്ള ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് ഡിന്നർ കഴിക്കാൻ പോകണം. അപ്പോൾ അവിടുത്തെ വിശേഷമൊക്കെ കാണിച്ചു തരാം. ഇവിടെയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്ന സ്ഥലം. ഇവിടെയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്ന സ്ഥലം. ആ, ഇപ്പൊ നമ്മൾ എവിടെ പോണേ? നമ്മുടെ കാർ എവിടെ ആണോ? യെസ്. അപ്പോൾ ഇതാണ് നമ്മൾ ഡിന്നർ കഴിക്കുന്ന സ്ഥലം. ഇവർ ഡിന്നർ എന്ന് പറയുമ്പോൾ ഇവർ നമുക്ക് വേണ്ടി മാത്രമാണ് ഇത്രയും ഫുഡ് ഐറ്റംസ് പ്രിപ്പയർ ചെയ്ത് ഇരിക്കുന്ന പാത്രങ്ങളിലെല്ലാം ഒരുപാട് സാധനങ്ങളുണ്ട്. ബൊഫേ ആണെന്നൊക്കെ പറഞ്ഞെങ്കിലും നമുക്ക് വേണ്ടി മാത്രമായിട്ട് ഇവരിതെല്ലാം ഉണ്ടാക്കി തന്നു. കാരണം ഗസ്റ്റ് ആകെ 2 പേരേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ചുറ്റും നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ഫീലായിരുന്നു ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാനായിട്ട്. ഇനി നമുക്ക് പാതിരാത്രിക്ക് ഒരു കേക്ക് മുറിയും കൂടെ ഉണ്ട്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ പരിപാടികൾ അവസാനിക്കുകയാണ്. ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ വ്ളോഗിൽ നമുക്ക് 12 o'clock കറക്റ്റ് 12 മണിക്ക് കേക്ക് മുറിക്കണം എന്നൊക്കെ ആയിരുന്നു നമ്മുടെ ഒരു ആഗ്രഹം. പക്ഷേ എല്ലാവരും ഉറങ്ങിപ്പോയി. പക്ഷെ ഞാൻ 12 മണിയാകുമ്പോൾ കറക്റ്റായിട്ട് എഴുന്നേറ്റു. അപ്പനെ മക്കളെയൊക്കെ വിളിച്ചു നോക്കി, ആരും അറിഞ്ഞില്ല. പിന്നെ ഞാൻ ഓർത്തു, ഇപ്പോൾ ജോൺ സ്കൂളിൽ പോകുന്നതുകൊണ്ട് ജോണക്കുട്ടൻ എപ്പോഴും 9:30 ഒക്കെ ആകുമ്പോഴേക്കും ഉറങ്ങിപ്പോവും. അപ്പോൾ ആ ഒരു റുട്ടീൻ ആയതുകൊണ്ടായിരിക്കും അവൻ അപ്പോഴേക്കും ഉറങ്ങിപ്പോയി. ചെറുത് ഇച്ചിരി കഴിഞ്ഞപ്പോൾ തന്നെ ഉറങ്ങിപ്പോയി. ലിവിച്ചനും ഞാനും ആ കൂടെ കിടന്ന് ഉറങ്ങിപ്പോയി. ഞാൻ 12 മണിക്ക് എഴുന്നേറ്റിട്ട് ഒരു രക്ഷയില്ലാന്ന് മനസ്സിലായപ്പോൾ ഞാനൊരു ഹാപ്പി ബർത്ത്ഡേ ഉമ്മയൊക്കെ പറഞ്ഞ് ഞങ്ങൾ സുഖമായിട്ട് കിടന്നുറങ്ങി. പിന്നെ നമ്മളോർത്തു, ഞാൻ ലിവിച്ചനെ മാത്രം വിളിച്ച് എഴുന്നേൽപ്പിച്ച് കേക്ക് മുറിച്ച് കഴിഞ്ഞാൽ കേക്ക് മുറിക്കാൻ ഏറ്റവും ആഗ്രഹം ജോണൂനാണ്. അപ്പോൾ ജോണൂനാണ് അത് കാണാനും പാടാനും ഇങ്ങനെ ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നൊക്കെ പാടാനൊക്കെ ഇഷ്ടം അവനാണ്. അപ്പോൾ അവനും കൂടെ എഴുന്നേൽക്കട്ടെ, അവൻ്റെ കേക്ക് മുറിക്കുന്നതിനേക്കാളും നമുക്ക് അവർക്കൊരു സന്തോഷം എന്നുള്ള രീതിയിലാണല്ലോ നമ്മളിതൊക്കെ ചെയ്യണം. അപ്പോൾ പിന്നെ അവർ എഴുന്നേൽക്കട്ടെ എന്ന് ഓർത്ത് രാവിലെ വരെ വെയിറ്റ് ചെയ്തു. രാവിലെ നേരത്തെ എഴുന്നേറ്റു. പക്ഷെ ഭയങ്കര തണുപ്പാണ് ഇവിടെ. നല്ല മഴ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ശക്തമായ മഴയല്ല, മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുന്ന ഒരു ടൈപ്പ് മഴ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട്. ഇങ്ങനെ നല്ല രസമുള്ളൊരു ക്ലൈമറ്റാണ്. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ അപ്പയുടെ ബർത്ത്ഡേ ആണ്, കേക്ക് മുറിക്കണം എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുക. അപ്പോൾ നമ്മൾ കേക്ക് മുറിക്കാം. അപ്പയും മക്കളൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ 12 മണിക്ക് എടുക്കണം എന്ന് ഓർത്തതാണല്ലോ. അപ്പം അത് ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് എടുക്കാൻ പറ്റില്ല. അപ്പം ഞങ്ങളിപ്പോൾ ഇതാ കേക്ക് മുറിക്കാൻ പോവാണ്. വലിയൊരു കേക്കൊന്നുമല്ല, നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ചെറിയൊരു പ്ലം കേക്കൊക്കെ മുറിച്ച് നമ്മൾ ബർത്ത്ഡേ സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം അതിന് ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് പോകുന്നുള്ളൂ. അപ്പോൾ പാപ്പ മുറിക്കട്ടെ? പാട്ട് പാടണം കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ ഹൗസ് പിടിച്ചോ. ഓക്കെ, അപ്പോൾ നമ്മൾ കേക്ക് മുറിക്കാൻ പോവാണ്. ജോൺസൺ പിടിച്ചു. ഓക്കെ, വാ മുറിച്ചു. 1 2 3. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു,
ഹാപ്പി ബർത്ത്ഡേ ടു ഡിയർ അപ്പക്കുട്ടാ. അപ്പക്കുട്ടൻ. അപ്പയ്ക്ക് ഉമ്മ കൊടുക്ക്. അതെ, അപ്പൊ കേക്ക് മുറി കഴിഞ്ഞു. കേക്ക് മുറിക്കാൻ പറ്റാത്തതിന്റെ കാരണം 12 മണിക്ക് മുറിക്കാൻ പറ്റാത്തതിന്റെ കാരണം ത്രേസ്യാമ്മ പറഞ്ഞല്ലോ, ഈ കുക്കുടും കിടന്നുറങ്ങി. ഈ വലിയ കുക്കുടും ഉറങ്ങി. ഞാൻ ഉറങ്ങി. ഞാൻ പക്ഷെ എഴുന്നേറ്റ് വന്ന് പയ്യെ. പക്ഷെ ഒരു രക്ഷയില്ല, ഉമാർ രണ്ടുപേരും ഒരു രക്ഷ ഉണ്ടായില്ല. പിന്നെ നമ്മള് പാപ്പു കഴിച്ചോട്ടാ. ഈ കേക്ക് ആകുമ്പോൾ ധൈര്യമായിട്ട് കൊടുക്കാം. മറ്റേ കേക്ക് നമ്മൾ ഇവര് ഫുള്ളിരുന്ന് തിന്നു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാണ്. ചിലപ്പോൾ ഇന്ന് വീട്ടിലെത്തുമ്പോഴത്തേക്ക് ആകെ വയറിനൊക്കെ ചിലപ്പോൾ പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. എന്തായാലും നല്ല കേക്കല്ലോ കുഞ്ഞാ. നല്ല കേക്ക്. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പോയി. അവസാനം ഞങ്ങൾ മാത്രമേ ഉള്ളൂ കഴിക്കാൻ. അല്ലടാ ചോണു, നമ്മൾ മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. ലേറ്റ് ആവാൻ നമ്മൾ മാത്രമേ ഇപ്പൊ നിലവിൽ ബാക്കിയുള്ളൂ കഴിക്കാനായിട്ടല്ലേ. ജോണസിന് എന്താ വേണ്ട കഴിക്കാൻ? എന്താ വേണ്ടേ? നോക്കിയേ കാണാൻ പറ്റും. കോട കയറി വന്നു തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട്. അത്യാവശ്യം നല്ല മഴയുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് മഞ്ഞ് അല്ല ത്രേസ്യാമ്മേ? എന്റെ വായിന്ന് നോക്കി പുക പോണേ. ഇന്നലെ ഈ കയറ്റത്ത് വെച്ചിട്ടാണ് ഒരു ബസ് കയറി വന്നത് അല്ലേ? ഈ കയറ്റത്ത് വെച്ചിട്ട് ഞങ്ങളുടെ പുറകിലുള്ളവരൊക്കെ ബാക്കിലേക്ക് പോയി. ഞങ്ങൾക്ക് ബാക്കിലേക്ക് പോകാനും പറ്റിയില്ല. അവസാനം അവസാനം ഞാൻ ക്ലച്ച് ചവിട്ടി കുത്തി കയറ്റി കൂടെ. ചെറിയ പണം വന്നു. അതെ, ക്ലച്ച് കരിഞ്ഞൊന്നുമില്ല. അതുപോലത്തെ കേട്ടായിരുന്നു. അതെ, പക്ഷെ ഇങ്ങനെ വീഡിയോയില് കാണുമ്പോ നമുക്ക് അത് അത്ര മനസ്സിലാവും. സൈഡില് ഫുള്ള് തേയിലത്തോട്ടവും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് അല്ലെ ത്രേസ്യാമ്മേ? ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി. ഞങ്ങള് റിസോർട്ടിൽ നിന്ന് ഇറങ്ങി. ഞങ്ങളോട് അവര് പറഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോയാൽ മതി സാർ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നാലും ഞങ്ങള് പോന്നു. അപ്പൊ ഞങ്ങളിനി വീട്ടിലേക്ക് പോവാണ്, എന്റെ വീട്ടിലേക്ക്. വീട്ടിൽ പോയിട്ട് മമ്മി പായസം ഉണ്ടാക്കി വെക്കാന്ന് പറഞ്ഞേ, ഇല്ലെങ്കിൽ നമുക്ക് പോയിട്ട് ഉണ്ടാക്കാം അല്ലേ? ഇതാണ് ഞങ്ങൾ പറഞ്ഞ സാധനം, റംബൂട്ടാൻ. ഞങ്ങളുടെ ഇവിടുത്തെ മരത്തേല് റംബൂട്ടാൻ ഇനിയുണ്ട്. പക്ഷെ ഇത് മമ്മിയുടെ ബ്രദർ, മമ്മിയുടെ ആങ്ങളെ കൊണ്ട തന്നാണ്. നമ്മുടെ ഞങ്ങളുടെ ജിജിമാമൻ കൊണ്ട തന്നാണ്. അതുകൊണ്ട് ആദ്യം തന്നെ ഓടിയത് മരത്തിൽ നിന്ന് പറിക്കേണ്ടതൊന്നുമില്ല. എന്തായാലും നല്ല സൂപ്പർ റംബൂട്ടാൻ ഞങ്ങൾക്ക് കിട്ടി. അതുപോലെ ഇതിപ്പോ തീരും. ഞങ്ങളുടെ ചെറുക്കൻ തിന്ന് തീർക്കാനായിട്ട് റെഡി ആയിട്ട് വന്നിരിക്കുകയാണ്. പിടിച്ചോ. അപ്പൊ പിന്നെ ഇവിടുത്തെ റംബൂട്ടാൻ ഞാൻ കാണിച്ചു തരാം. ഇതാ കിടക്കണതാണ് ഇവിടുത്തെ റംബൂട്ടാൻ. കുറച്ചൊക്കെ പഴുത്തിട്ടുണ്ട്, കുറച്ചൊക്കെ പഴുത്ത് വരുന്നുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ ബർത്ത്ഡേ വിശേഷങ്ങള്. ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞെനിക്ക്. ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ബർത്ത്ഡേ വിശേഷങ്ങള്. പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പൊ അടുത്തൊരു വ്ലോഗിൽ വീണ്ടും കാണാം. ഞങ്ങൾ പായസമൊക്കെ കുടിച്ച് സെറ്റ് ആവാൻ വേണ്ടി പോകണം അല്ലേ ത്രേസ്യാമ്മേ? ഓക്കെ, അപ്പൊ കാണാം.